നമസ്കാരം. കേരളത്തിൻ്റെ ഉള്ളുലച്ച വയനാട് ദുരന്തത്തിൻ്റെ ദുരന്തബാധിതരെ തിരഞ്ഞുള്ള തെരച്ചിൽ 4-ാം ദിവസവും പുരോഗമിക്കുകയാണ്. ഇവിടെ ഇനിയും മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വരെ 316 മരണമാണ് ഈ ഒരു സംഭവത്തിൽ സ്ഥിരീകരിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയും സ്ഥിരീകരണം എത്തുന്നു. 316 പേരാണ് ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും കാണാനുള്ളത് 298 പേരെ എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇതിനായിട്ട് സംയുക്ത സേനയുടെ നേതൃത്വത്തിലുള്ള തെരച്ചിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്നത്. നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനൗദ്യോഗികമായ കണക്ക് പ്രകാരമാണ് ഈ 316 മരണമെന്ന് പറയുന്നതും 298 പേരെ കണ്ടെത്താനുണ്ടോ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ സംഖ്യകളിലൊരു മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ട്. ഇതുവരെ കണ്ടെടുത്ത 172 മൃതദേഹങ്ങളാണ്. ഇത് വയനാട്ടിലെ തന്നെ മേപ്പാടി അടക്കമുള്ള വിവിധ പ്രദേശങ്ങളിലെ വിവിധ സ്ഥലത്തെ താലൂക്ക് ആശുപത്രികളിലേക്കും മറ്റു സ്വകാര്യ ആശുപത്രികളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെയാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇവരെ തിരിച്ചറിയാനായിട്ട് ബന്ധുക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പല മൃതദേഹങ്ങളും കണ്ടെത്താൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയൊക്കെയാണ് എന്നുള്ളത് ഈ അടുത്ത ബന്ധുക്കൾ പോലും പ്രതികരിക്കുന്നത്. പല മൃതദേഹ അവശിഷ്ടങ്ങളുടെയും കൈകാലുകളോ മറ്റ് ശരീരാവശിഷ്ടങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളതും. ഇതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ബോഡി തിരിച്ചറിയുന്നതിനൊക്കെ വലിയൊരു വെല്ലുവിളിയായിട്ടുണ്ട്. എന്തായാലും മുണ്ടക്കൈ ഏറ്റവും പ്രധാനപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്കൊക്കെയുള്ള ഒരു കടന്നെത്തിയുള്ള ഒരു പ്രവർത്തനമായിരുന്നു, രക്ഷാപ്രവർത്തനമായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി. സൈന്യത്തിൻ്റെ ബെയിലി പാലം ഇവിടെ എത്തിയതോടുകൂടി ഇതിനൊരു ആശ്വാസമായിരിക്കുന്നു. ഇന്നലെയായിരുന്നു മേജർ ജനറൽ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള മദ്രാസ് റെജിമെൻറ്റിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം 38 മണിക്കൂർ നീണ്ട ഒടുവിൽ യാഥാർത്ഥ്യമാക്കിയത്. മേജർ മാത്യുവിൻ്റെ സൈനിക വാഹനം തന്നെയായിരുന്നു ആദ്യം ഇതുവഴി കടത്തിവിട്ടത്. അതിനുശേഷം സൈനിക വാഹനങ്ങൾ പിന്നാലെ എത്തി ബലപരിശോധന നടത്തി. ഇന്നു രാവിലെ 4 സോണുകളായി തിരിച്ചുള്ള തിരച്ചിൽ ആരംഭിക്കുമെന്ന് തന്നെ സൈന്യം അറിയിച്ചു. ഇതിൽ പ്രധാനമായിട്ടും മദ്രാസ് റെജിമെൻറ്റ്, കണ്ണൂരിൽ നിന്നുള്ള ഇന്ത്യൻ ആർമിയുടെ സംഘം, അതുപോലെ തന്നെ NDRF സംഘം, അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ തുടങ്ങി പ്രദേശവാസിയും ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനും അടങ്ങുന്ന സംഘത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നടക്കുക. ഇതിൽ പ്രധാനമായി പറയുന്നത് 4 സോണുകൾ തിരിച്ചുള്ള ഒരു അന്വേഷണം ഇവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 4 സോണുകൾ പ്രധാനപ്പെട്ട 4 സോണുകൾ ഇങ്ങനെയാണ്. അതായത് ചൂരൽമല അടങ്ങുന്ന ഒരു സോണാണ് ആദ്യത്തെ ഭാഗത്തിൽ പറയുന്നത്. ഈ സോണിലേക്ക് അന്വേഷണം ഊർജിതമാക്കും. പിന്നീട് പറയുന്നത് പുഞ്ചിരിമട്ടം റീജിയനാണ്. ഈ റീജിയണിൽ ഫസ്റ്റ് സോണ് മുണ്ടക്കൈ റീജിയനിലേക്ക് 2-ാം സോണിലുള്ള പ്രവർത്തനം. സ്കൂൾ ഏരിയ, അതായത് മുണ്ടക്കയോട് ചേർന്നുള്ള സ്കൂൾ ഏരിയ 3-ാം സോണ് തിരച്ചുള്ള പ്രവർത്തനമുണ്ടാകും. 4-ാം സോൺ എന്ന് പറയുന്നത് ഈ ചൂരൽമല പ്രധാനപ്പെട്ട ടൗൺ ഏരിയ ആയിരുന്നു ചൂരൽമല. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വീടുകളും നഗരപ്രദേശമായിരുന്ന ഒരു ടൗൺ ഏരിയ ആയിരുന്നു. ഇവിടം അപ്പാടെ ഈ ദുരന്തത്തിൽ മാഞ്ഞു പോയിരുന്നു. ഇവിടെ ഇനി എത്ര ജീവനുകൾ കുരുങ്ങിക്കിടപ്പുണ്ട്, മരണപ്പെട്ടവരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കണം തുടങ്ങിയ വലിയ വെല്ലുവിളികളാണ് സൈന്യത്തിനും ഈ രക്ഷാപ്രവർത്തകർക്കും മുന്നിലുമുള്ളത്. ഇത് കണ്ടെത്തുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ 4-ാം സോൺ തിരിച്ചുള്ള പ്രവർത്തനം ഒരുപക്ഷെ കൂടുതൽ ഉറ്റുനോക്കുന്നതായിരിക്കും. പിന്നീട് വരുന്നത് വില്ലേജ് ഏരിയകളാണ്. ഇവിടെ ഒരുപാട് ലയങ്ങളുണ്ടായിരുന്നു. തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന ലയങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരുപാട് വീടുകളുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ കണക്കുകൾ പ്രകാരം 500-ലേറെ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ ഇപ്പോൾ ശേഷിക്കുന്നത് 30 വീടുകളാണ് എന്നുള്ളത് വാർഡ് മെമ്പർ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചു. 6-ാം സോണിൽ വരുന്നത് ഈ ഡൗൺ സ്ട്രീം ഏരിയയാണ്. ഈ ഏരിയയിലും പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ആർമിയുടെ ഒരു വിശ്വാസം. എന്തായാലും ഈ 3 ദിവസങ്ങളിലെ തെരച്ചിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് 2328 പേരെയാണ്. ഇതിൽ 29 കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മറ്റു സാധനങ്ങൾ, കേടുവരാത്ത സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള ഈ ശ്രമങ്ങളും അവിടെ നടത്തുന്നുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അടങ്ങുന്ന സംഘമാണ് ഇവിടെ ഇതിനൊരു കോർഡിനേഷൻ നൽകുക. എന്തായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, ഇപ്പോൾ നമുക്കറിയാം എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ അടക്കം ഇവിടേക്ക് ഈ ക്യാമ്പുകളിൽ നിന്നുള്ള ഭക്ഷണ സാധനങ്ങൾ, അവശ്യ സാധനങ്ങളും അതുപോലെ തന്നെ ക്യാമ്പിലേക്ക് പ്രധാനപ്പെട്ട ഈ വസ്ത്രങ്ങളും സാനിറ്ററി പാഡുകളടക്കമുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഓരോ വാഹനങ്ങളും ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും ജില്ലാ കളക്ടർ അറിയിച്ചതുപോലെ തന്നെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇപ്പോൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ
പരമാവധി സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ തന്നെ സഹായങ്ങൾ വയനാട്ടിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഒരു സംഭാവന ആദ്യഘട്ടത്തിൽ ഇതിനെതിരെ വലിയ വിമർശനമുയർത്തിക്കൊണ്ടായിരുന്നു സൈബർ ഇടങ്ങളിൽ ഹേറ്റ് ക്യാമ്പയിനുകൾ നടന്നത്. ഇതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. അത്തരത്തിൽ ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്നവർക്കെതിരെയും ഒരു പോലീസ് കേസടക്കമുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതും ആദ്യഘട്ടത്തിൽ തന്നെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, സിനിമാ താരങ്ങളടക്കം ഇപ്പോൾ രശ്മിക മന്ദാനയും ചിയാൻ വിക്രമും അതുപോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങുന്ന വലിയൊരു താരനിര തന്നെ ഈ ഒരു സഹായഹസ്തവുമായിട്ട് വയനാടിന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രമുഖ വ്യവസായ പ്രമുഖരും യൂസഫ് അലിയും അതുപോലെ തന്നെ കല്യാൺ ഗ്രൂപ്പും ബോബി ചെമ്മണ്ണൂർ ഇപ്പം നമ്മൾക്ക് തന്നെ വൺ ഇന്ത്യയോട് പ്രതികരിച്ചു. ബോച്ചെ നമ്മളോട് അല്പം മുമ്പ് പ്രതികരിച്ചത് ഏകദേശം 100 കുടുംബങ്ങൾക്ക് വീടുകൾ കണ്ടെത്താനുള്ള സ്ഥലം കണ്ടെത്തി നൽകും, വീട് വിൽക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വീട് വെച്ച് നൽകുന്ന കാര്യങ്ങൾ പിന്നീട് ആലോചിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ബോച്ചെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ആംബുലൻസ് സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ രീതിയിലുമുള്ള സഹായങ്ങൾ എത്തിക്കും. ഇത് മാത്രമല്ല, കേരളത്തിലെ സന്നദ്ധ സംഘടനകളുടെ രാഷ്ട്രീയ സംഘടനകളുടെയും ഒരു ഇടപെടൽ തന്നെ ഈ ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നുണ്ട്. കാരണം രാഷ്ട്രീയമില്ലാതെ കോൺഗ്രസ് എന്നോ UDF എന്നോ LDF എന്നോ BJP എന്നോ അങ്ങനെയൊന്നുമില്ലാതെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ മറന്നുകൊണ്ട് അവിടെ ഒരു സേവന രംഗത്തേക്ക് സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കണ്ടെത്തേണ്ട 200-ന് മുകളിലുള്ള ഒരു വലിയ സംഖ്യയുണ്ട്. ഇവർ ജീവനോടെയുണ്ടോ, മരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചാരിയാർ പുഴ അടക്കമുള്ള പുഴകളിലേക്കും ഈ ഒരു അന്വേഷണം എത്തും, തിരച്ചിൽ നടത്തും. അതിന് ഡ്രോണുകളുടെ സഹായം തേടും. ഡ്രോൺ മാപ്പിംഗ് സംവിധാനത്തിലൂടെ ഈ ഒരു ഭൂപടം രേഖപ്പെടുത്തിക്കൊണ്ട് തിരച്ചിലിന് ഇത് കൂടുതൽ ഊർജ്ജം നൽകുമെന്നുള്ളതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒരു വിശ്വാസം. എന്തായാലും ഇന്ന് രാവിലെയോടുകൂടി മഴയെ വകച്ചു മാറ്റിക്കൊണ്ടാണ് ഈ ഒരു തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കൂടുതൽ തിരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ട് ഇനി കണ്ടെടുക്കാനുള്ള മൃതദേഹങ്ങൾ കണ്ടെടുക്കുമെന്നുള്ള ഒരു വിശ്വാസം കൂടി പങ്കുവയ്ക്കുകയാണ്. Sir, just a second, sir.